സ്ത്രീയെ ബഹുമാനിക്കണം. ഇപ്പൊ ലീഡർഷിപ്പിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. 1 സ്നേഹം, 2 ബഹുമാനം. എന്തുവാ റെസ്പെക്ട് എന്ന് പറയുന്നത്? അതൊരു കേർട്ടസിയാണ്. അതുകൊണ്ട് പത്രോസ് പറയുന്ന ഭാഷയിൽ അത് കൺസിഡറേഷനാണ്, അതൊരു ഇമോഷണൽ സപ്പോർട്ടാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭാര്യയെ ബഹുമാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ പബ്ലിക്കിൽ കളിയാക്കുക. ഏറ്റവും കുറഞ്ഞത് എന്തായാലും ഗസ്റ്റ് വീട്ടിൽ വന്നിരിക്കുമ്പോ ശാപ്പാടും ഒക്കെ വെച്ചിരിക്കുമ്പോ ഭർത്താവിന്റെ വായിന്ന് കേൾക്കുന്നത് ഇതിന് എന്തോ കൊള്ള ഉപ്പില്ലല്ലോ എല്ലാം പറഞ്ഞ് മനസ്സിലായി. ഭാര്യ നീ വിളിച്ച കൂട്ടുകാർക്കെല്ലാം ഒരുക്കി ഭക്ഷണമെല്ലാം റെഡിയാക്കി മേശപ്പുറത്ത് കൊണ്ടുവെക്കുമ്പോ ഞാൻ തുറന്നു പറയുകയാണ്, ഭർത്താക്കന്മാരായ നമ്മുടെ ആരുടെയും വായിൽ നിന്ന് അവർ ഉണ്ടാക്കുന്ന കുക്കിങ്ങിനെ പറ്റി ഒരു നെഗറ്റീവ് കമന്റ് പബ്ലിക്ലി വരാൻ പാടില്ല. ഞാനിത് ചുമ്മാതെ പറയുന്നല്ല, എന്റെ ഭാര്യയോട് ചോദിച്ചാൽ പറയും. ഡൈനിങ് ടേബിളിൽ ഗസ്റ്റ് ഇരിക്കുമ്പോ പക്ഷെ ഇതെന്തിന് കാശിന് കൊള്ളാം, ഇനി ഇച്ചിരി ഉപ്പ് കുറഞ്ഞാൽ പോലും, ഇച്ചിരി പ്രതീക്ഷിക്കുന്ന രുചി കുറഞ്ഞാൽ പോലും ഞാൻ പേഴ്സണലി പറയാം, നിങ്ങൾ പോയി രഹസ്യമായിട്ട് ചോദിച്ചാൽ മതി. ഞാൻ സാറിന് പറയാറുണ്ട്, റിയലി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പറയുന്ന വാക്ക് എനിക്ക് എന്റെ ഗസ്റ്റ് അത് പറയാൻ വിട്ടുപോയാൽ പോലും, ഇനി എന്തെങ്കിലും രുചിക്കുറവ് അവരുടെ മനസ്സിൽ വന്നാൽ പോലും അത് തിരുത്തുന്ന ഒരു വാക്കാണ് പറയുന്നത്, റിയലി ഗുഡ്, യു ഡിഡ് ഗുഡ് ജോബ്. നമ്മൾ അതെന്താ പറയുന്നത്? ഗസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്താൽ പോലും അച്ഛൻ അവിടെ നിന്നോട് പറയും, അതൊക്കെ ചുമ്മാതെ പറയുക. വരുന്ന ഗസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്ത് പറയുകയാണ് നന്നായിരിക്കുന്നു കുക്കിംഗ് എന്ന്. അത് ഉടനെ അച്ഛൻ അവിടെ നിന്നോട് പറയും, അതൊക്കെ ചുമ്മാതെ ഞങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അത് ഭാര്യ പറഞ്ഞോട്ടെന്ന്. അപ്പൊ ഒരു കാരണവശാലും പരസ്യ സ്ഥലത്ത് വെച്ച് ഭാര്യയോ ഭർത്താവോ കണ്ണു മുഴപ്പിച്ചു, അതൊക്കെ എനിക്ക് സുഹൃത്ത് ബഹുമാനം പറഞ്ഞ പിന്നെ ബന്ധമൊന്നുമല്ല. പബ്ലിക് സ്ഥലത്ത് വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നും അങ്ങോട്ട് ചെയ്തില്ല. ഞാനത് തുറന്നു വരുന്നുണ്ട്. ഡിവോഴ്സിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ വിശദീകരിക്കുന്നുണ്ട്. കണ്ണു മുഴപ്പിച്ചു, തലേ കൈ വെച്ച് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. അപ്പൊ കൂട്ടുകാരെല്ലാം കൂടെ നിൽക്കിയ ഭാര്യ ലേറ്റ് ആയവരുടെ പറയാം, അല്ലേ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ പിന്നെ മൃഗങ്ങളുടെ പേരും ഒക്കെ ചേർത്ത്. അതല്ല ബഹുമാനം. നീ ഒരു മൃഗത്തിന്റെ പേരവിടെ പറഞ്ഞപ്പോൾ നിന്റെ മുഖം ഭാര്യയുടെ മനസ്സിൽ വന്നിട്ടുണ്ട്, പരസ്യമായി പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. സത്യമായി പറയുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോ പറഞ്ഞില്ല. പരസ്യമായിട്ട് കഴുത എന്ന് വിളിച്ചെങ്കിൽ അകത്ത് ചെല്ലുമ്പോ കുരങ്ങെന്ന് കേൾക്കും. ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായി. പരസ്യ സ്ഥലങ്ങളിൽ ബഹുമാനം എന്ന് പറഞ്ഞാൽ വീട്ടിൽ മാത്രമല്ല, പരസ്യ സ്ഥലങ്ങളിൽ ഭാര്യ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നിധിയായിരിക്കണം. ദൈവം നമ്മെ മാനിച്ചിരിക്കുന്ന മാന്യതയുടെ ഒരു കിരീടമായിരിക്കണം. അപ്പൊ അങ്ങനെ കാണാൻ മനസ്സ് ഭർത്താക്കന്മാർക്കുണ്ടായിരിക്കണം. നമ്മുടെ കോംപ്ലക്സ് കൊണ്ട് ഭാര്യയെ അടിച്ച് തകർക്കുന്ന, പബ്ലിക്കിൽ ഭാര്യയെ തകർക്കുന്ന സ്വഭാവങ്ങൾ പുരുഷന്മാരിലുണ്ടാകുന്നു. അത് ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയാണ്. അതുപോലെ ഇച്ചിരി വിശദീകരിച്ച് പറയാൻ ടൈം തീരുകയാണ്. ഒരിക്കലും ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ രണ്ടും പറയണമെന്ന് പെർഫെക്ഷൻ എക്സ്പെക്ട് ചെയ്യരുത്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പെർഫെക്ഷൻ കണ്ടതുപോലെ കണ്ടപ്പോ, കല്യാണം ആലോചിക്കാൻ ചെന്നപ്പോ കണ്ട പെണ്ണുപോലെ ആയിരിക്കത്തില്ല. 2 പിള്ളേരുമൊക്കെ ആയി, വീട്ടിലെ കുക്കിംഗ് ഒക്കെ തുടങ്ങി, പരിപാടിയുടെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോ പഴയ ഷേപ്പായെന്ന് വരത്തില്ല. എന്തെങ്കിലും ഇച്ചിച്ചി തോന്നുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, ആ രൂപം വികൃതമാക്കിയതിന്റെ ഏറ്റവും മെയിൻ ഉത്തരവാദിത്വം നിന്റേത്. അപ്പൊ പെർഫെക്ഷൻ സഹോദരി, നിനക്ക് കുക്ക് ചെയ്ത് വെച്ചു, നീ പറയുന്ന ഡിമാൻഡ്സുകൾ മുഴുവൻ കേട്ടു, നിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു, ഒക്കെയാണ് നമ്മുടെ സഹോദരിമാർ.
അതുകൊണ്ട് എത്ര വയസ്സ് ചെന്നാലും, എത്ര പ്രായം ചെന്നാലും, പുരുഷന്മാർ ചെറുപ്പക്കാരെ പോലെ ഇരുന്നാലും ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കോണം. നമുക്ക് ദൈവം ഒരിക്കൽ ഉടമ്പടിയുടെ അവകാശമായി തന്ന ഭാര്യ എന്ന് നീ ആദ്യം കണ്ട ആ ബ്യൂട്ടിയിൽ തന്നെ കുഴി പോകുന്നിടം വരെ കാണണം. അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. അതിനകത്ത് പെർഫെക്ഷൻ നോക്കാൻ പാടില്ല. നാം കാണുന്ന ഡിമാൻഡുകളൊന്നും ഇടയ്ക്ക് വന്ന് കയറാൻ പാടില്ല. മരണം വരെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്. തിരുവനന്തപുരത്തിൽ കല്യാണ പ്രസംഗങ്ങളിൽ ഇങ്ങനെ പറയാറുണ്ട്, ഭർത്താവ് എപ്പോഴും കാണേണ്ടുന്ന ഒരു ചിന്ത എന്താണെന്ന് അറിയാമോ? ലോകത്തിൽ വെച്ച് ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ, ഏറ്റവും സാമർഥ്യമുള്ള, ഏറ്റവും കഴിവുള്ള, ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അതെന്റെ ഭാര്യയാണ്. എനിക്ക് മൈക്കിൽ കൂടെ പറഞ്ഞപ്പോൾ ഞാൻ മേഴ്സിയെ പറ്റി പറഞ്ഞത്. ഈ ഭൂമിയിൽ മേഴ്സിയേക്കാൾ സുന്ദരിയായി, സാമർഥ്യമുള്ള, കഴിവുള്ള, സ്നേഹമുള്ള, പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്ത്രീ എനിക്ക് ഭൂമിയിൽ കാണാൻ പറ്റത്തില്ല. അത് ബഹുമാനിക്കുന്നതിന്റെ അടയാളമാണ്. സ്ത്രീയെ ബഹുമാനിക്കണം, സ്ലേവായി കാണാൻ പാടില്ല. മൂന്നാമത്തത് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ടൈം അത് ഞാൻ എടുക്കുന്നില്ല, മുമ്പേ പറഞ്ഞുകൊണ്ട്. ഷെയറിംഗ് ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ്. ഐ ആൻഡ് യു എന്നത് ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെ വരികയും വി എന്ന കൺസെപ്റ്റിലേക്ക് വരികയാണ്. നിനക്കത് എനിക്കിതെന്ന് പറഞ്ഞ് നിൽക്കാതെ വി കൺസെപ്റ്റാണ്. നമ്മുടെ വീടുകളിലൊക്കെ എന്ന് പറയുന്നത് മിക്കവാറുമൊക്കെ നമ്മളൊക്കെ ചാരികസേരയിൽ ഇരിക്കുന്നവരാണ്. ചായ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും കുടിക്കുന്ന ഗ്ലാസ് ഉൾപ്പെടെ അത് റെഡിയാക്കി വെക്കേണ്ടുന്ന ജോലി ആരെ ഏൽപ്പിച്ചേക്കുക? കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലി, സകല പരിപാടി ആരെ ഏൽപ്പിച്ചേക്കുക? കാരണം വേദപുസ്തകം അങ്ങനെ പറയുന്നത് അവിടെ. എന്നാൽ തിമോഥെയോസിന്റെ ലേഖനം ഇന്നലെ നമ്മൾ വായിച്ചു. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർമാര് പോലും പിള്ളേരെ നന്നായിട്ട് നോക്കണം. എന്നാ പിന്നെ സാധാരണ വിശ്വാസി സഹോദരന്മാരുടെ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞ ഡിസിപ്ലിന്റെ കാര്യം, റെയറിങ്ങിന്റെ കാര്യം, കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന്റെ കാര്യം, വീട്ടിലെ ഉത്തരവാദിത്വത്തിന്റെ കാര്യം രണ്ടു പേരും ഷെയർ ചെയ്യണം. വിശദീകരിക്കാൻ ഇന്ന് ഞാൻ സമയമെടുക്കുന്നില്ല, ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അന്ന് ബ്രെഡ് വിന്നിങ്ങിന് പുരുഷൻ മാത്രമേ പോയിരുന്നുള്ളൂ. സ്ത്രീ അകത്ത് ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു. എന്നാൽ ഇന്ന് സ്ത്രീയും ബ്രെഡ് വിന്നിങ്ങിനായി പോകുന്നിടത്തോളം കാലം, പുരുഷനും സ്ത്രീയും ബ്രെഡ് വിന്നിങ്ങിന് പുറത്ത് പോകുന്നിടത്തോളം കാലം അകത്തെ ജോലിയും ഷെയർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വാക്കുകൾ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യും. പുരുഷന്റെ ഉത്തരവാദിത്വം, പുരുഷനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും പ്രധാനം. ഒരു ഇതിൽ തന്നെ ചേർക്കാം ദ ഹെഡ്ഷിപ്പ്, ലീഡർഷിപ്പ്. ആ ലീഡർഷിപ്പ് ഭരിക്കാനുള്ളതും അടിമയാക്കാനുള്ളതുമല്ല. ലീഡർഷിപ്പിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1 സ്നേഹം, ലവ്. 2 ഓണർ, ബഹുമാനം. 3 ഷെയർ. ആമേൻ. പല കാര്യങ്ങളുണ്ട്, ഫെയ്ത്ത്ഫുൾനെസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നാളെ സഹോദരിമാരുടെ ഉത്തരവാദിത്വവും അത് കഴിഞ്ഞ ഉടൻ തന്നെ വൺനെസ് എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വൺനെസ് എന്ന കൺസെപ്റ്റ് അത് ഡിസ്ട്രാക്ട് ചെയ്യുന്ന പൈശാചിക തന്ത്രങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ അതിന്റെ കരടുകൾ എന്തൊക്കെയാണ്, ഭാര്യയും ഭർത്താവിനെയും രണ്ടാക്കുന്ന കരടുകൾ, അതിലേക്ക് ലീഡ് ചെയ്യുന്ന സെപ്പറേഷനിലേക്ക്, ഡിവോഴ്സിലേക്ക് ലീഡ് ചെയ്യുന്ന കരടുകൾ എന്തൊക്കെയാണ് എന്ന് നാളത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ഇത്രത്തോളം ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ദൈവം തന്ന ഗിഫ്റ്റാണ്. നമ്മുടെ കുടുംബങ്ങൾ ദൈവം തന്ന ഉത്തരവാദിത്വമാണ്. നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തിന്റെ ദാനമായി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ ഡിസൈനിൽ തന്നെ, അങ്ങ് വെച്ചിരിക്കുന്ന പ്ലാനിൽ തന്നെ ഒരു കുടുംബ ജീവിതം നയിക്കാൻ എനിക്ക് കൃപ തരണം എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ കുടുംബ ജീവിതം ഏറ്റവും 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 അതിപ്രധാനമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ദൈവം നമ്മെ
അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനായി മീറ്റിംഗ് എത്തിരേണ്ടുന്ന സമയമായെങ്കിൽ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ വാക്ക് പോലെ 5 മിനിറ്റ് വേർതിരിക്കുന്നു. എനി ഡൗട്ട്, എനി ക്വസ്റ്റ്യൻ? നമ്മുടെ കണ്ണുകളെ ദൈവം ഒരു നിമിഷം ദൈവം ഈ ബൈബിൾ സ്റ്റഡിയുടെ അവസാനം നമ്മൾ എടുക്കുന്ന ഒരു മിനിറ്റ്